ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് പ്രപ്പോസിഷൻ പിയും ക്യൂ ആണ് ഞാൻ എടുക്കുന്നതെന്ന് വിചാരിക്കാം. അതിനെ നമ്മൾ കോമ്പൗണ്ട് പ്രപ്പോസിഷനായിട്ട് മാറ്റുകയാണ്. ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫോം ഇഫ് പി ദെൻ ക്യൂ. ഈ ഒരു ഫോമിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ഫോമിലുള്ള പ്രപ്പോസിഷനെയാണ് നമ്മൾ എന്ത് പറയുക? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. ഓക്കെ, സച്ച് എ പ്രപ്പോസിഷൻ ഈസ് ആൻ ഇംപ്ലിക്കേഷൻ ഡിനോട്ടഡ് ബൈ പി ഇംപ്ലൈസ് ക്യൂ. ഒരു ആരോ മാർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുക, പി ഇംപ്ലൈസ് ക്യൂ. ഇതിൻ്റെ ഏത് ഫോമുല? ഇഫ് പി ദെൻ ക്യൂ. ഈ ഫോമിലുള്ളതാണ് ഏത് വരിക? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അതിൽ തന്നെ ആദ്യത്തേതിനെ നമ്മൾ എന്ത് പറയും? ഹൈപ്പോത്തസിസ് എന്ന് പറയും. ക്യൂവിനെ നമ്മൾ എന്ത് പറയും? കൺക്ലൂഷൻ എന്ന് പറയും. ആദ്യത്തേത് ഹൈപ്പോത്തസിസ്, രണ്ടാമത്തേത് കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുക. പി എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ദീപ്തി ലേൺസ് മാത്സ്. ഓക്കെ, ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപ്തി വിൽ ഫൈൻഡ് എ ഗുഡ് ജോബ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തറിയാം? ഇഫ് പി ദെൻ ക്യൂ ആണ്. അപ്പോൾ ഇഫ് കഴിഞ്ഞിട്ട് നമ്മൾ പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ദീപ്തി ലേൺസ് മാത്സ്. അപ്പോൾ ഇഫ് ദീപ്തി ലേൺസ് മാത്സ് ആരും കൂടി കൊടുക്കുക? ദെൻ, പിന്നെ ക്യൂവും കൂടി ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇഫ് ദീപ്തി ലേൺസ് മാത്സ് ദെൻ ദീപ്തി വിൽ ഫൈൻഡ് എ ഗുഡ് ജോബ്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. ലെറ്റ് പി എന്ന് പറയുന്നത് യു വാഷ് മൈ കാർ. ക്യൂ എന്ന് പറയുന്നത് ഐ വിൽ ഗിവ് യു ₹50. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വരിക? കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പി ഇംപ്ലൈസ് ക്യൂ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പി ഇംപ്ലൈസ് ക്യൂ എന്ത് വരും? ഇഫ് പി ദെൻ ക്യൂ ആണ്. അപ്പോൾ ഇഫ് യു വാഷ് മൈ കാർ ദെൻ ഐ വിൽ ഗിവ് യു ₹50. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇഫ് യു വാഷ് മൈ കാർ ദെൻ ഐ വിൽ ഗിവ് യു ₹50. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രൂത്ത് വാല്യൂ, അതായത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ട്രൂത്ത് വാല്യൂ എന്തെന്നാന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ പി എന്ന് പറയുന്നത് യു സ്റ്റഡി ഹാർഡ്. ക്യൂ എന്ന് പറയുന്നത് യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്താ വരിക? ഇഫ് യു സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന് പറയുന്നത് യു സ്റ്റഡി ഹാർഡ്. അപ്പം അത് ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു വിൽ പാസ് ദി എക്സാമിനേഷൻ, അതും എന്താണ്? ഒരു ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്താ വരിക? ഇഫ് യു സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. അപ്പോൾ ഫൈനലായിട്ട് നമ്മൾ ആൻസർ എന്ത് വരും? ടി വരും. ഓക്കെ, നെക്സ്റ്റ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്റ്റഡി ഹാർഡ് യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. അപ്പോൾ യു സ്റ്റഡി ഹാർഡ് എന്ന് പറയുമ്പം അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ? എഫ് ആണ്. ഓക്കെ, അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്താ ഇവിടെ വരിക? ഇഫ് യു സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ? ഇഫ് യു സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. നമ്മൾ നല്ലോണം പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യില്ല? എക്സാമിനേഷനിൽ പാസ്സാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് ഒരു എക്സാമ്പിളിലേക്ക് പോവാം. അടുത്ത എക്സാമ്പിൾ പി എന്ന് പറയുന്നത് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ്. അടുത്തത് ക്യൂ എന്ന് പറയുന്നത് യു വിൽ പാസ് ദി എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താ വരിക? ഇഫ് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ പാസ് ദി എക്സാമിനേഷൻ. അതായത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എക്സാമിനേഷനിൽ പാസ്സാവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ്? നമുക്ക് ഇത് കറക്റ്റ് എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ഒരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്, തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് വാദിക്കാൻ പറ്റില്ല. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താവാം? എക്സാമിൽ പാസ്സാവാം. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാം? മൈൻഡിൽ കറക്റ്റ് ഒരു ഈ ഐഡിയാസ് കിട്ടാനുള്ള കറക്റ്റ് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഫോൾസ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ട്രൂ ആയിട്ട് ട്രീറ്റ് ചെയ്യും.
അപ്പോൾ ശ്രദ്ധിക്കുക, യു ഡോണ്ട് സ്റ്റഡി ഹാർഡ്. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? എഫ്. യു വിൽ പാസ് ദി എക്സാമിനേഷൻ, അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ട്രൂ. ഇതിൻ്റെ ഓവറോൾ ട്രൂത്ത് വാല്യൂ എന്ത് വരും? ടി വരും. എഫ് ടി ടി ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, പി എന്ന് പറയുന്നത് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ്, യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. ഇപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്താ വരിക? ഇഫ് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പാസ്സാവില്ല. ഓക്കെ. ഇഫ് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ ട്രൂത്ത് വാല്യൂ എന്താ വരിക? ട്രൂ ആണ് വരിക. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ യു ഡോണ്ട് സ്റ്റഡി ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോൾസ്. യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ എന്താണ്? അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ, ഇഫ് യു ഡോണ്ട് സ്റ്റഡി ഹാർഡ് ദെൻ യു വിൽ നോട്ട് പാസ് ദി എക്സാമിനേഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് വരിക? കറക്റ്റ് ആണ് വരിക. ഓക്കെ. നെക്സ്റ്റ് ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഫോർ പി ഇംപ്ലൈസ് ക്യൂ. അത് മുന്നത്തെ നമ്മളെ എക്സാമ്പിളുകളിൽ, അതായത് നമ്മൾ 4 എക്സാമ്പിൾ കണ്ടിരുന്നു, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. ട്രൂത്ത് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ പിയും ക്യൂവും 2 പ്രപ്പോർഷനാണുള്ളത്. 2 പ്രപ്പോർഷൻ ആകുമ്പോൾ അതിന് 4 പോസിബിലിറ്റീസ് ഉണ്ടാവും. ടി ടി രണ്ടും ട്രൂ ആവാം, ഒന്ന് ട്രൂ ഒന്ന് ഫോൾസ്, ഒന്ന് ഫോൾസ് ഒന്ന് ട്രൂ, രണ്ടും ഫോൾസ് ആവാം. ഓക്കെ. അങ്ങനെയുള്ള കേസിൽ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് എന്താ വരിക? ടി ടി എഫ് എഫ്, എഫ് ടി ടി, എഫ് എഫ് ടി. ഓക്കെ. ഇതാണ് ഏത് വരിക? ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ആയിട്ട് വരിക. ഓക്കെ. നെക്സ്റ്റ് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ്, ഇൻവേഴ്സ് ആൻഡ് കോൺട്രാപോസിറ്റീവ്. അപ്പോൾ നമുക്കൊരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പി ഇംപ്ലൈസ് ക്യൂ ആണ് നമ്മളെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ക്യൂ ഇംപ്ലൈസ് പി ആണ് എന്ത് വരിക? കോൺവേഴ്സ് ആയിട്ട് വരിക. കോൺവേഴ്സ് ആണ് നേരെ റിവേഴ്സ് കൊടുക്കുക. ഓക്കെ. ക്യൂ ഇംപ്ലൈസ് പി. ശരിക്കും നമ്മൾ ഇതിൻ്റെ മീനിങ്ങും കാര്യങ്ങളൊന്നും നോക്കണ്ട, നമ്മൾ ജസ്റ്റ് എന്താണ് കോൺവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? നേരെ റിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ ആണെങ്കിൽ പി ആണ് അതിൻ്റെ എന്തായിട്ട് വരിക? ഹൈപ്പോതെസിസ് ആയിട്ട് വരിക. ഓക്കെ. പി ഹൈപ്പോതെസിസും ക്യൂ ആയിരുന്നു എന്ത്? ക്യൂ ആണ് എന്ത് വരുന്നത്? കൺക്ലൂഷൻ ആയിട്ട് വരുന്നത്. പി ഹൈപ്പോതെസിസും ക്യൂ എന്ന് പറയുന്നത് എന്താണ്? കൺക്ലൂഷൻ. ഓക്കെ. അപ്പം നമ്മൾ നേരെ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാലുള്ള ഇതെന്താ? ക്യൂ ഇംപ്ലൈസ് പി ആണെങ്കിൽ ക്യൂ നമ്മൾ എന്തായിട്ട് വരും? ഹൈപ്പോതെസിസ് ആയിട്ട് വരും. പി എന്തായിട്ട് വരും? കൺക്ലൂഷൻ ആയിട്ട് വരും. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ദി ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്. പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുമ്പോൾ എന്താ? നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അതായത് നോട്ട് പി ഇംപ്ലൈസ് നോട്ട് ക്യൂ ആണ് എന്ത് വരിക? ഇൻവേഴ്സ് വരിക. പി ഇംപ്ലൈസ് ക്യൂ എന്നുള്ള കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. ഓക്കെ. നെക്സ്റ്റ് മൂന്നാമത്തത് കോൺട്രാപോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ്, അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ് എന്ത് വരിക? കോൺട്രാപോസിറ്റീവ് വരിക. ഓക്കെ. അപ്പം 3 ഉള്ളത്: കോൺവേഴ്സ്, ഇൻവേഴ്സ്, കോൺട്രാപോസിറ്റീവ്. കോൺവേഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇംപ്ലൈസ് പി. ഇൻവേഴ്സ് എന്ന് പറയുന്നത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. കോൺട്രാപോസിറ്റീവ് എന്ന് പറയുന്നത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ അതിൻ്റെ ട്രൂത്ത് ടേബിളിലേക്ക് വരാം. ട്രൂത്ത് ടേബിൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ട്രൂത്ത് ടേബിൾ നമുക്ക് വരയ്ക്കണം. അപ്പം ഇവിടെ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ ഉള്ളത് പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് മാർക്ക് ചെയ്യാം, നെഗേഷൻ പി, നെഗേഷൻ ക്യൂ, കുറച്ച് മാത്രം കാണിച്ചു തരാം, ബാക്കി നിങ്ങൾ അടുത്ത ഇതിൽ ഓക്കെ. അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പി കൊടുക്കുക. ഓക്കെ. ഇവിടെ പി, ഇത്
ക്യൂ, അടുത്തത് നെഗേഷൻ പി, നെഗേഷൻ ക്യൂ, അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ. ഇത് നമ്മൾ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക ചെയ്യുക. ഇവിടെ തന്നെ കൊടുക്കണമെന്നില്ല. പി ഇംപ്ലൈസ് ക്യൂ രണ്ടെണ്ണത്തിൻ്റെ ചെയ്തു തരാം. ക്യൂ ഇംപ്ലൈസ് പി. ഓക്കെ, അപ്പോൾ പിയും ക്യൂവും 4 പോസിബിലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഏതൊക്കെ? ടി ടി, ടി എഫ്, എഫ് ടി, എഫ് എഫ്, 4 പോസിബിലിറ്റീസ്. അപ്പം നെഗേഷൻ പി എന്ന് പറയുമ്പോൾ എന്താ? ഇതാണ് നമ്മൾ പി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിൻ്റെ നെഗേഷൻ കൊടുക്കണം. നെഗേഷൻ കൊടുക്കുക എങ്ങനെയാണ്? ടീൻ്റെ നെഗേഷൻ എന്ത് വരും? നെഗേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ്. ടി ആണെങ്കിൽ നെഗേഷൻ പി എന്ത് വരും? എഫ്. അടുത്ത ടി ആണെങ്കിൽ നെഗേഷൻ പി എന്ത് വരും? എഫ്. എഫ് ആണെങ്കിൽ ടി, ഇവിടെ വീണ്ടും എന്താണ്? എഫ് ആണ്. അപ്പോൾ എന്ത് വരും? ടി വരും. ക്ലിയർ? നെക്സ്റ്റ് നെഗേഷൻ ക്യൂ. നെഗേഷൻ ക്യൂ എന്ന് പറയുമ്പോൾ എന്താ വരിക? ടീൻ്റെത് എഫ്, എഫിൻ്റെത് ടി, ടീൻ്റെ വീണ്ടും എഫ്, എഫിൻ്റെ എന്ത് വരും? ടി വരും. ക്ലിയർ അല്ലേ? അപ്പോൾ പി ക്യൂ, നെഗേഷൻ പി, നെഗേഷൻ ക്യൂ. ക്യൂ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കാൻ പാടില്ല, സ്മോൾ ലെറ്റർ ആണ് നമ്മൾ ക്യൂ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പി ക്യൂ, നെഗേഷൻ പി, നെഗേഷൻ ക്യൂ. അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ. പി ഇംപ്ലൈസ് ക്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ടി ടി ടി, ടി എഫ് എഫ്, എഫ് ടി ടി, എഫ് എഫ് ടി. ഇതാണ് പി ഇംപ്ലൈസ് ക്യൂ. ഇനി അടുത്ത നമുക്ക് പറയാൻ പോകുന്നത് ക്യൂ ഇംപ്ലൈസ് പി ആണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഏതാണ് നോക്കേണ്ടത്? ക്യൂ എന്നുള്ള കോളാണ് നോക്കേണ്ടത്. സെക്കൻഡിലാണ് ഏത് നോക്കേണ്ടത്? പി എന്നുള്ള കോളം നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി ഇങ്ങനെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടി ടി എന്താ വരിക? ടി ടി, ടി തന്നെ. നിങ്ങൾ ഇങ്ങോട്ട് നോക്കുമ്പോൾ എഫ് ടി, എഫ് ടി എന്താണ്? ടി. ടി എഫ് എന്താണ്? എഫ്. എഫ് എഫ് എന്താണ്? ടി. ഇതാണ് ഏത് വരിക? ക്യൂ ഇംപ്ലൈസ് പി വരിക. ഇനി അടുത്തത് നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂവിൻ്റെ കോളാണ് പറയുന്നത്. ഓക്കെ, നെഗേഷൻ പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ. അപ്പോൾ നമ്മൾ ആദ്യം ഏത് കോളാണ് നോക്കേണ്ടത്? നെഗേഷൻ പി എന്നുള്ള കോളം. നെക്സ്റ്റ് ആയിട്ടാണ് ഏത് നോക്കേണ്ടത്? നെഗേഷൻ ക്യൂ എന്നുള്ള കോളം. നെഗേഷൻ പിയും നെഗേഷൻ ക്യൂവും ഈ 2 കോളം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ആദ്യത്തെ എന്താ വരിക? എഫ് എഫ് ടി, എഫ് ടി ടി, ടി എഫ് എഫ്, ടി ടി ടി. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഒന്നും കൂടി. ഇതാണ് നമ്മൾ ഏത് വരിക? കോൺവേഴ്സ് വരിക. ഓക്കെ, നമുക്ക് ഇനി ഏതും കൂടി വേണം? കോൺട്രാപോസിറ്റീവ്, അതായത് നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പിയും കൂടി വേണം. അപ്പോൾ അത് അടുത്ത ഇതിൽ ഇതാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ടി എഫ് ടി, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, ടി ടി, ഇവിടെയും കൂടി നോക്കുകയാണെങ്കിൽ ടി 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 വരും. ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ തന്നെ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേബിൾ എടുക്കുക, എന്നിട്ട് ചെയ്ത് തന്നെ നോക്കുക. ഓക്കെ, താങ്ക് യു.